മക്കളെ നമസ്കാരം. നമുക്ക് തിയറം 12 ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഔട്ടർ മെഷറുമായി ബന്ധപ്പെട്ട് ഇന്നർ അപ്രോക്സിമേഷൻ അതുപോലെ തന്നെ ഔട്ടർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, ഒരു സെറ്റിൻ്റെ മെഷറബിലിറ്റിയെ കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചിരുന്നു. 4 പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ബി എ മെഷറബിൾ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ടർ മെഷർ. ഈയുടെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ then for each epsilon greater than 0 there is a finite disjoint collection of open intervals ik for which O equal to union k equal to 1 to n ik, then m star of e minus o plus m star of o minus e is less than epsilon. അതായത് ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈയുടെ മെഷറിനെ നമുക്ക് ഓയുടെ മെഷറുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് ആവശ്യമില്ല, പകരം ഒരു ഫൈനൈറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അതായത് തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചത് ഓപ്പൺ സെറ്റ് ഔട്ടർ അപ്രോക്സിമേഷൻ ചൂസ് ചെയ്തു. പക്ഷേ ഇവിടെ ഔട്ടർ ആണെന്നും ഇന്നർ ആണെന്നും പറയുന്നില്ല, പകരം ഏകദേശം ഒപ്പം. ഈയുടെ മെഷറും ഓയുടെ മെഷറും ഏകദേശം ഒപ്പമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇയിൽ നിന്ന് ഓയുടെ ബാലൻസും അതുപോലെ ഓയിൽ നിന്ന് ഈയുടെ ബാലൻസും കൂടി ചേർന്നാൽ പോലും നെഗ്ലിഗബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഓ എന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ സപ്പോസ് ചെയ്തു ഈയുടെ മെഷർ ഫൈനൈറ്റ് മെഷറാണെന്ന് സപ്പോസ് ചെയ്തു, മെഷറബിളും ആണെന്ന് സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രോപ്പർട്ടി 1 പ്രകാരം ദർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് യു കണ്ടെയ്നിങ് ഇ സച്ച് ദാറ്റ് ഇ സബ്സെറ്റ് ഓഫ് യു ആൻഡ് എം സ്റ്റാർ ഓഫ് യു മൈനസ് ഇ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കൊടുത്തു. ഇനി ഈ മെഷറബിൾ ആണ്, എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സെഷൻ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം സ്റ്റാർ ഓഫ് യു മൈനസ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു മൈനസ് എം സ്റ്റാർ ഓഫ് ഇ. ഓക്കെ, therefore m star of u minus m star of e less than epsilon by 2 എന്ന് കിട്ടുന്നു. That means m star of u less than m star of e plus epsilon by 2. ഇനി therefore ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണ്, ഔട്ടർ മെഷറാണ്. അപ്പോൾ എം സ്റ്റാർ ഓഫ് യുവും ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആയിരിക്കും. അപ്പോൾ ഈ യു ഒരു ഓപ്പൺ സെറ്റാണ്, മെഷറബിൾ ആണ്, അതിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊരു ഓപ്പൺ സെറ്റിനെയും കൗണ്ടബിൾ യൂണിയൻ ഡിസ്റ്റോയിൻറ്റ് ഇൻ്റർവൽസിൻ്റെ യൂണിയനാക്കി എഴുതാൻ പറ്റും. ഇപ്പോൾ യു ക്യാൻ ബി റിട്ടേൺ എസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഐ കെ വെർ ഐ കെ സാർ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഡിസ്റ്റോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവൽസ് ആക്കി എഴുതാം. ആ ടോപ്പോളജിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി എം സ്റ്റാർ ഓഫ് ഐ കെയും ലെങ്ത് ഓഫ് ഐ കെയും സെയിം ആണ്, ഇൻ്റർവലിൻ്റെ മെഷറും ഔട്ടർ മെഷറും ലെങ്ത്തും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ യുടെ മെഷർ തന്നെ ഫൈനൈറ്റ് ആയതുകൊണ്ട് യൂണിയനിലുള്ള ഓരോരുത്തരുടെയും മെഷർ എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, കൂടാതെ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഐ കേസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് യുടെ ഉള്ളിലുണ്ടാവുക, കാരണം യു ഇസ് ദ ടോട്ടൽ യൂണിയനാണ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവൽസ് മാത്രം എടുക്കുമ്പോൾ യുടെ ഉള്ളിലായിരിക്കും. സച്ച് കളക്ഷൻ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ യു ഫോർ എവരി n ഈക്വൽ ടു 1 to etc. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോണോട്ടോണിക് പ്രോപ്പർട്ടി പ്രകാരം എം സ്റ്റാർ ഓഫ് ഫൈനൈറ്റ് യൂണിയൻ ലെസ് ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു, ബട്ട് എം സ്റ്റാർ ഓഫ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഐ കെ ഈസ് ഫൈനൈറ്റ് എന്ന് കിട്ടും. ഓക്കെ, sigma k equal to 1 to n length of ik equal to m star of union k equal to 1 to n ik, that is less than or equal to m star of u less than infinity. ഓക്കെ, ഇനിയിപ്പോൾ ഇക്വേഷൻ 3 എന്ന് പറയുന്നതിൽ ആർ എച്ച് എസ് എം സ്റ്റാർ ഓഫ് യുവിൻ്റെ വാല്യൂ ഫൈനൈറ്റ്നെസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ചോയ്സ് ഓഫ് n ആണ്. അങ്ങനെ ഇവിടെ ആർ എച്ച് എസ് ഓഫ് 2 എന്നല്ല, പകരം ആർ എച്ച് എസ് ഓഫ് 3 ആണ്, പ്രത്യേകം ഓർക്കുക, ഒരു എററാണ്. അപ്പോൾ ഇതിനകത്ത് n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ ഇത് വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ലെങ്ത് ഓഫ് ഐ കെ കൊടുത്താലും ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിലൊരു പർട്ടിക്കുലർ ടേമിന് ശേഷമുള്ളത് നെഗ്ലിഗബിൾ ആണെന്നാണ്. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് സിഗ്മ കെ വേരീസ് ഫ്രം n plus 1 to infinity ലെങ്ത് ഓഫ് ഐ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതായത് ബാലൻസ് വരുന്ന വാല്യൂ വളരെ നെഗ്ലിഗബിൾ ആണ്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ഓക്കെ, അത് ഏതൊരു സീരീസിൻ്റെ കൺവേർജൻ്റെ അർത്ഥം അതാണ്. അതിൽ ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് ആദ്യത്തെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമാണ്, ബാലൻസ് ഉള്ളത് വളരെ സ്മോൾ ആയിരിക്കും എന്നുള്ള അർത്ഥം. അതാണ് ഇക്വേഷൻ 4. ഇനി അപ്പോൾ ഈ n വരെയുള്ള ഇൻ്റർവൽസിൻ്റെ യൂണിയൻ ചൂസ് ചെയ്യുന്നു. ചൂസ് ഒ ഈക്വൽ ടു യൂണിയൻ കെ ഈക്വൽ ടു ക്യാപിറ്റൽ n ഐ കെ. ഓ ഓപ്പൺ സെറ്റ് ആയിരിക്കും, കാരണം ഐ കേസ് എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് ഓ ഓപ്പൺ ആയിരിക്കും. ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ടോട്ടൽ യൂണിയൻ ദാറ്റ്സ് ഈക്വൽ ടു യു. ദാറ്റ് മീൻസ് ഓയും ഒരു ഓപ്പൺ സെറ്റാണ്, യുവും ഓപ്പൺ ആണ്, ഓ യുടെ ഉള്ളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒ മൈനസ് ഇ ഷുഡ് ബി സബ്സെറ്റ് ഓഫ് യു മൈനസ് ഇ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒ മൈനസ് ഇ എന്നൊക്കെ എഴുതുമ്പോൾ ഓയുടെ ഉള്ളിൽ ഇ എന്നൊന്നും അർത്ഥമൊന്നുമില്ല, പുറത്തും ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഒ മൈനസ് ഇ സബ്സെറ്റ് ഓഫ് യു മൈനസ് ഇ. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ യുടെ ഉള്ളിലാണ് ഇ എന്നും പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഒ മൈനസ് ഇ ലെസ് ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു മൈനസ് ഇ. ഓൾറെഡി അത് എത്രയാണെന്ന് കിട്ടുന്നുണ്ട്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, ഇക്വേഷൻ 5 കൊടുത്തു. ഇനി ഈ സബ്സെറ്റ് ഓഫ് യു ആണ്, അങ്ങനെയാണ് ഇ മൈനസ് ഒ സബ്സെറ്റ് ഓഫ് യു മൈനസ് ഒ.
യു മൈനസ് ഒ എന്ന് പറഞ്ഞാൽ യു പറഞ്ഞാൽ ടോട്ടൽ യൂണിയൻ, ഓ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് യൂണിയൻ, ബാലൻസ് വരുന്നത് യൂണിയൻ ഓവർ കെ വേരിയസ് ഫ്രം n+1 to infinity I k. Therefore m star of e minus o less than or equal to m star of u minus o, that's equal to m star of union over k varies from n+1 to infinity I k. ഇനി സബ്ഡിവിറ്റി അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു സമേഷൻ കെ വേരിയസ് ഫ്രം n+1 to infinity ലെങ്ത് ഓഫ് ഐ കെ. പക്ഷേ അത് ലെസ് ദാൻ ε/2 എന്ന് ഇക്വേഷൻ 4 കിട്ടുന്നുണ്ട്. therefore m star of e minus o is less than ε/2. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി, m star of o minus e less than ε/2 and m star of e minus o is less than ε/2. compare using 5 and 6 we got what? m star of o minus e plus m star of e minus o is less than ε. ഓക്കെ, അതായത് ഈ ഒയുമായിട്ട് ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസ് ഉപയോഗിച്ചിട്ട് ഈ അപ്രോക്സിമേറ്റ് ആണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനി ബൈ തിയറം 2 ഇഫ് ഇ ഈസ് മെഷറബിൾ സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ ഈസ് ഫൈനൈറ്റ് ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് ഓ സച്ച് ദാറ്റ് ദിസ്. അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവലുകളുടെ യൂണിയൻ ഉപയോഗിച്ച് തന്നെ ഇയെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് തിയറം 12 പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ എക്സ്റ്റേഷൻ പ്രോപ്പർട്ടിയുടെ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ബട്ട് ദ ഡെഫിനേഷൻ ഓഫ് ഔട്ടർ മെഷർ ഫോർ എനി ബൗണ്ടഡ് സെറ്റ് ഇ റിഗാർഡ്ലെസ് ഓഫ് വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് മെഷറബിൾ ആൻഡ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് സച്ച് ദാറ്റ് ഇ സബ്സെറ്റ് ഓഫ് ഒ ആൻഡ് എം സ്റ്റാർ ഓഫ് ഒ ഈസ് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. ഒരു ഇ എന്ന സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, ഈ മെഷറബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ കൂടി ഇയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ, കാരണം ഏതൊരു സെറ്റും ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനെ ഒരു ബോൾ കൊണ്ട് കവർ ചെയ്യാനാണ്. അപ്പോൾ ഈ സബ്സെറ്റ് ഓഫ് ഒ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ നമുക്ക് എഴുതാൻ പറ്റും. അത് ഔട്ടർ മെഷറിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ എം സ്റ്റാർ ഓഫ് ഇ ബൗണ്ടഡ് ആയതുകൊണ്ട് ഔട്ടർ മെഷർ എന്തായാലും എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് ആണെന്നുണ്ട്, പക്ഷേ ഈ മെഷറബിലിറ്റി അവിടെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയിട്ടുള്ളൂ. എക്സേഷൻ പ്രോപ്പർട്ടി ആയിട്ടില്ല. എക്സേഷൻ പ്രോപ്പർട്ടി പറഞ്ഞത് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സേഷൻ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഈയുടെ മെഷറബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പ്രത്യേകം ഓർക്കുക. മെഷറബിൾ അല്ലാത്ത കേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, ചെയ്യില്ല എന്നല്ല, ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനിലേക്ക് കയറുകയാണ്. നമ്മൾ എന്താണ് ഔട്ടർ മെഷർ പഠിച്ചു? ലെങ്ത്തിൻ്റെ ടേമിലാണ് ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്തിരുന്നത്. അതായത് ലെങ്ത്ത് ഇൻ്റർവെല്ലുകളിലാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്ത് പി ഓഫ് ആർ, അതായത് എല്ലാ സെറ്റിനും ഔട്ടർ മെഷർ ഉണ്ട്. അത് ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഓക്കെ, ലെബേഗ് മെഷർ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റ്സിൻ്റെ കളക്ഷൻ ഒരു സിഗ്മ ആൾജിബ്ര ഫോം ചെയ്യുവാൻ എം എന്ന് പേര് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ബോറൽ സെറ്റ്സിൻ്റെ സിഗ്മ ആൾജിബ്രയ്ക്ക് ബി എന്ന് പേരും, ബി സബ്സെറ്റ് ഓഫ് എം സബ്സെറ്റ് ഓഫ് പി ഓഫ് ആർ എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ആണ്. അതിനർത്ഥം ചില സെറ്റുകൾ പി ഓഫ് ആറിലുണ്ട്, അത് എമ്മിലില്ല എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചത്. അതായത് മെഷറബിൾ അല്ലാത്ത ചില സെറ്റുകളുണ്ട്. നോൺ മെഷറബിൾ സെറ്റുകളുടെ എക്സിസ്റ്റൻസ് ആണ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ മെഷറബിൾ സെറ്റ്സിൻ്റെ സിഗ്മ ആൾജിബ്രയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു മെഷറാണ് ലെബേഗ് മെഷർ. അപ്പോൾ ശരിക്കും ഒരു പെർഫെക്റ്റ് മെഷർ എന്ന് പറയുന്നത് ലെബേഗ് മെഷറാണ്. ഔട്ടർ മെഷർ ഒരു പെർഫെക്റ്റ് മെഷർ അല്ല എന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. കാരണം അതിൻ്റെ കൗണ്ടബിൾ അഡിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രൂഫ് നമ്മൾ വന്നിട്ടില്ല, അത് ലാസ്റ്റാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് ലെബേഗ് മെഷർ നോക്കിയാൽ ഔട്ടർ മെഷറിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും ലെബേഗ് മെഷർ ഉണ്ടാകും. കാരണം ഔട്ടർ മെഷർ ഉപയോഗിച്ചിട്ടാണ് ലെബേഗ് മെഷർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ എം ഓഫ് ഇ, അപ്പോൾ മെഷറിൻ്റെ ലെബേഗ് മെഷറിൻ്റെ നൊട്ടേഷൻ സ്മോൾ എം ആണ്, ഔട്ടർ മെഷറിൻ്റെ നൊട്ടേഷൻ എം സ്റ്റാർ എന്നാണ് പറയാം. ഓക്കെ, അപ്പം എം ഓഫ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ ഇഫ് ഇ എലമെൻറ്റ് ഓഫ് എം. അതായത് ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ മാത്രമേ ലെബേഗ് മെഷർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബട്ട് മെഷറബിൾ അല്ലാത്ത സെറ്റിനും ഔട്ടർ മെഷർ ഉണ്ടെന്ന് പ്രത്യേകം ഓർക്കുക. പ്രോപ്പർട്ടീസ് പോസിറ്റിവിറ്റി, അതുപോലെ നൾ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും, ഹോൾ സെറ്റിൻ്റെ മെഷർ ഇവിടെ 6 ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും, മെഷർ ഓഫ് ആൻ ഇൻ്റർവെലും ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെലും സെയിം ആയിരിക്കും, സബ്ഡിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, മോണോട്ടോണിക് പ്രോപ്പർട്ടി ഉണ്ട്, ട്രാൻസ്ലേഷൻ ഇൻവേരിയൻസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് പ്രൊപ്പോസിഷൻ 13 പറയുന്നത്. അതായത് കളക്ഷൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് യൂണിയൻ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഔട്ടർ മെഷറിന് ഈ കാര്യം സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. മെഷറബിൾ സെറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എം എഴുതിയാലും എം സ്റ്റാർ എഴുതിയാലും സെയിം ആണ്. പക്ഷേ ഈ കേസ് മെഷറബിൾ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി 13 സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ 13 സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാൻ സപ്പോസ് ഇത് ഗിവൺ കളക്ഷൻ ഓഫ് സെറ്റ്സ് കൗണ്ടബിൾ കളക്ഷൻ ആണ്, മെഷറബിൾ ആണ്, ഓക്കെ, അതിൻ്റെ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയും. ആൻഡ് ലെറ്റ് ഇ ഈക്വൽ ടു യൂണിയൻ ഇ കെ എന്ന് പേര് കൊടുത്തു. ഇനി ഈ കേസ് മെഷറബിൾ ആണ്, കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് ആക്കി മെഷറബിൾ ബിക്കോസ് ദ കളക്ഷൻ ഫോം എ സിഗ്മ ആൾജിബ്ര.
അപ്പോൾ ഈ എലമെൻറ്റ് ഓഫ് എമ്മിലുണ്ടെന്ന് കിട്ടി. ഈ എലമെൻറ്റ് ഓഫ് എമ്മിലുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് എമ്മിലുണ്ടെങ്കിൽ, അതായത് സിഗ്മ ആൾജിബ്രയിലുണ്ടെങ്കിൽ അതിൻ്റെ ലെബേക്ക് മെഷറും ഔട്ടർ പ്രഷറും കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് ഇ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ ഇ കെ. സബഡിറ്റിവിറ്റി പ്രകാരം സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ കെ ആണ്. പക്ഷേ ഈ കേസ് മെഷറബിൾ ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇ കെയും എം ഓഫ് ഇ കെയും സെയിം ആയിരിക്കും. ദെർഫോർ മെഷർ ഓഫ് ഇ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ഇ കെ. ഇത് ഇക്വാലിറ്റി കിട്ടുന്നുണ്ട്, വൺ സൈഡ് ഇൻഇക്വാലിറ്റി ആയിട്ട് ഇക്വേഷൻ നമ്പർ 1. ഇനി റിവേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി ടേക്ക് എ ഈക്വൽ ടു ആർ, ദെൻ ഫോർ എനി എൻ എലമെൻറ്റ് ഓഫ് എൻ വി ഹാവ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ. അതൊരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എം സ്റ്റാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ടാണിത്. ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ എന്ന സെറ്റും തന്നിട്ടുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഇ കെ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ ആക്കി എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അത് ഫൈനൈറ്റ് യൂണിയൻ്റെ കേസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ കേസ് പെയർ വൈസ് ഡിസ്ജോയിൻറ്റും മെഷറബിളുമാണ്. എ ഹോൾ സെറ്റ് 6 ആയതുകൊണ്ട് അവിടെ 6 ഇൻ്റർസെക്ഷൻ എന്തെടുത്താലും അത് തന്നെ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എന്നുള്ള വാല്യൂ ആ സെറ്റ് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് ഇ കെ. കാരണം എ 6 ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. ഓക്കെ, ഫോർ മെഷർ ഓഫ്, കാരണം ഇവിടെ ഈ കേസ് മെഷറബിൾ ആണ്, ഫൈനൈറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ എം സ്റ്റാറും എമ്മും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എം ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് ഇ കെ. ഇനി നമുക്കറിയാം ഫൈനൈറ്റ് യൂണിയൻ എപ്പോഴും ഹോൾ യൂണിയനേക്കാൾ ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് ഹോൾ യൂണിയൻ ഷുഡ് ബി കണ്ടെയ്ൻസ് ഫൈനൈറ്റ് യൂണിയൻ. മോണോട്ടോണിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഹോൾ യൂണിയൻ്റെ മെഷർ എന്തായാലും സ്മോൾ യൂണിയനേക്കാൾ വലുതായിരിക്കും. ബട്ട് അതിൽ നമ്മൾക്ക് ഈക്വാലിറ്റി കിട്ടിയിട്ടുണ്ട്. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് ഇ കെ. ദാറ്റ് മീൻസ് മെഷർ ഓഫ് ദി യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് ഇ കെ. ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ 2ൽ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ദി എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എസ് ലെറ്റിംഗ് എൻ ടെൻസ് ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് കിട്ടുക മെഷർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ഇ കെ. ഇക്വേഷൻ നമ്പർ 3 കിട്ടുന്നു. അതായത് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയത് മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇവിടെ കിട്ടിയത് മെഷർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതിന് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ഓഫ് യൂണിയനും സം ഓഫ് ദി മെഷറും ഈക്വലായി മാറും. അതായത് ലെബേക്ക് മെഷർ കൗണ്ടബിൾ അഡിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു ഫോർ മെഷറബിൾ സെറ്റ്സ്. പക്ഷേ ഔട്ടർ മെഷറിന് ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട 2 ഡെഫിനിഷനാണ്. ഒരു അസെൻഡിങ് ചെയിൻ അല്ലെങ്കിൽ ഡിസെൻഡിങ് ചെയിൻ പറഞ്ഞാൽ എന്താണ്? ഒരു മെഷറബിൾ സെറ്റ്സിൻ്റെ കളക്ഷനെ അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ E1 സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ് ഓഫ് എക്സെട്രാ എന്ന് എഴുതുന്നതിനാണ് അസെൻഡിങ് എന്ന് പറയുന്നത്. തിരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസെൻഡിങ് എന്ന പേരുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അസെൻഡിങ് എന്താണ്, ഡിസെൻഡിങ് ചെയിൻ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് കണ്ടിന്യൂറ്റി നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ സാധാരണ അപ്ലൈ ചെയ്യാറുണ്ട്. എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമ്മൾ പഠിച്ചാണ്. എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ കണ്ടിന്യൂറ്റിയുടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയം പറയുന്നത് പോലെ നമ്മളിവിടെ മെഷർ എന്ന ഫംഗ്ഷൻ്റെ അസെൻഡിങ് കേസിലും ഡിസെൻഡിങ് കേസിലുമുള്ള ലിമിറ്റിംഗ് കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് തന്നിട്ടുണ്ട്. എ കേസ്, അതായത് A1 സബ്സെറ്റ് ഓഫ് A2 സബ്സെറ്റ് ഓഫ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് ദി യൂണിയൻ, കാരണം ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാനാണ്. മെഷർ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി മെഷർ. അതായത് മെഷർ ഓഫ് ദി ലിമിറ്റും ലിമിറ്റ് ഓഫ് ദി മെഷറും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതാണ് ആ കണ്ടിന്യൂറ്റി വാക്ക് യൂസ് ചെയ്യാൻ കാരണം. ഇതുപോലെ ഡിസെൻഡിങ് കേസിലും ഡിസെൻഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുക. മെഷർ ഓഫ് ദി ഇൻ്റർസെക്ഷൻ ഈക്വൽ ലിമിറ്റ് ഓഫ് ദി ബി കെ എന്ന് എഴുതുന്നു. ബി കേസ് ഡിസെൻഡിങ് ആണെങ്കിൽ, പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഒരു പർട്ടിക്കുലർ കണ്ടീഷനുണ്ട്. ഫസ്റ്റ് വണ്ണിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയിരിക്കണം. ആക്ച്വലി ഫസ്റ്റ് വണ്ണിൻ്റെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ ആയാൽ മതി. ഇപ്പോൾ 10ാമത്തെ സെറ്റിൻ്റെയാണ് മെഷർ ഫൈനൈറ്റ് എങ്കിൽ അതിന് ശേഷമുള്ള എല്ലാവരുടെയും മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർസെക്ഷൻ്റെ മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കേസിലും ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മെഷർ ഓഫ് B1 ലെസ് ദാൻ ഇൻഫിനിറ്റി തന്നെ നിർബന്ധമില്ല, പകരം ഏതെങ്കിലും ഒരു സെറ്റിന് മെഷർ ഫൈനൈറ്റ് ആയാൽ മതി. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സപ്പോസ് ചെയ്തു AK എന്ന് പറയുന്നത് അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണെന്ന് പറഞ്ഞു. AK സബ്സെറ്റ് ഓഫ് AK + 1 ഫോർ എവരി K. ഓക്കെ, ഇനി നമുക്ക് 2 കേസുകളായിട്ട് അത് പ്രൂവ് ചെയ്യുന്നത് ഏതോ ഒരു സെറ്റിൽ വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് വെച്ച് ഇൻഫിനിറ്റി ആവുന്നു. അതായത് K0 എന്ന് പറയുന്ന സെറ്റ്, AK0 എന്ന് പറയുന്ന K0 സ്റ്റേജിൽ വെച്ചിട്ടുള്ള സെറ്റിന് മെഷർ ഇൻഫിനിറ്റി ആവുന്നു. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുക, മെഷർ ഓഫ് ദി യൂണിയൻ എ കെ സബ് അഡിറ്റിവിറ്റി പ്രകാരം ലെസ് ആർ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ ഈക്വൽ ടു ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. എ കെ നോട്ടിൻ്റെ മെഷറും എ കെ നോട്ട് അല്ലാത്തവരുടെ മെഷറുമായിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ എ കെ നോട്ടിൻ്റെ മെഷർ തന്നെ ഇൻഫിനിറ്റിയാണെന്ന് നമുക്കറിയാം, പ്രത്യേകം ഓർക്കുക. ഇനി മെഷർ ഓഫ് എ കെ ഷുഡ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ മെഷർ ഓഫ് എ കെ നോട്ട് ഫോർ എവരി കെ ഗ്രേറ്റർ ആർ ഈക്വൽ കെ നോട്ട്. അതായത് ഇപ്പോൾ 10ാമത്തെ സെറ്റിൻ്റെ മെഷറാണ് ഇൻഫിനിറ്റി ആവുമെങ്കിൽ 11ാമത്തെ സെറ്റ് 10നേക്കാൾ വലുതാണ്. അപ്പോൾ അതിൻ്റെ മെഷർ എന്ത് തന്നെയായിരിക്കും, ഇൻഫിനിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അവസാനമുള്ള എല്ലാവരുടെയും മെഷർ ഇൻഫിനിറ്റി ആയിരിക്കും. അത് മെഷർ ഓഫ് യൂണിയൻ ഷുഡ് ബി എന്ത് കിട്ടും നമുക്ക്, ഈക്വൽ ടു ഇൻഫിനിറ്റി മെഷർ കിട്ടും. കാരണം ഒരാളുടെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ യൂണിയൻ്റെ മെഷറും ഓൾറെഡി ഇൻഫിനിറ്റി ആണ്, അവരെ ലാസ്റ്റ് സെറ്റുകളുടെയും മെഷർ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ മെഷർ ഓഫ് ദി യൂണിയനും ലിമിറ്റ് ഓഫ് ദി മെഷറും ഇൻഫിനിറ്റി ആയി മാറും. നെക്സ്റ്റ് കേസ് നമ്മൾ മെഷർ ഓഫ് എ കെ ഫൈനൈറ്റ് ഫോർ എവരിക്ക്, എല്ലാവരുടെയും മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് ഒരു പുതിയ സെറ്റ് ഇല്ലാത്തൊരു സെറ്റ്. ഇപ്പോൾ A1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്ത് A0 ഈക്വൽ ടു empty ആൻഡ് പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം CK ഈക്വൽ ടു AK മൈനസ് AK മൈനസ് 1, അതായത് C1 ഈക്വൽ ടു A2 മൈനസ് A1. അപ്പോൾ C2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ C1 ഈക്വൽ ടു A1 തന്നെ കൊടുത്തു. ടേക്ക് C1 ഈക്വൽ ടു A1, C2 ഈക്വൽ ടു A2 മൈനസ് A1, C3 ഈക്വൽ ടു A3 മൈനസ് A2 എക്സെട്ര. നമുക്ക് C1ൽ A1 ഉള്ളത്. C2ന് പ്രത്യേകത A2 മൈനസ് A1 ആണ്. അപ്പോൾ A1ലെ പോയിൻറ്റ്സ് ഇല്ല, അതിനർത്ഥം C1ഉം C2നും കോമൺ പോയിൻറ്റ്സ് ഇല്ല. C3യിലേക്ക് വരുമ്പോൾ A3 മൈനസ് A2 ആണ്. ഓക്കെ, അപ്പോൾ C3 ഇൻ്റർസെക്ഷൻ C2 empty ആണ്, C3 ഇൻ്റർസെക്ഷൻ C1ഉം empty ആണ്. കാരണം A1 സബ്സെറ്റ് ഓഫ് A2 സബ്സെറ്റ് ഓഫ് A3 ആയതുകൊണ്ട്. അതായത് ഈ C1 C2 C3 ഈ കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു സെറ്റും എന്തല്ല, കോമൺ എലമെൻറ്റ്സ് ഇല്ല, പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. ഇനി ഓരോ സെറ്റും മെഷറബിൾ ആണ്. കാരണം A1 മെഷറബിൾ ആണ്, A2 മെഷറബിൾ ആണ്, അപ്പോൾ A2 മൈനസ് A1 മെഷറബിൾ ആണ്, C2 മെഷറബിൾ ആണ്, A3 മൈനസ് A2 മെഷറബിൾ ആണ്, C3 മെഷറബിൾ ആണ് എക്സെട്ര. എല്ലാ സെറ്റും മെഷറബിളുമാണ്, പെയർ വൈസ് ഡിസ്ജോയിൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ യൂണിയൻ CKയും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിയൻ CK കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കും യൂണിയൻ AK. കാരണം റിമൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അതായത് ഇതിന് മുന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കളക്ഷൻ ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആക്കിയാൽ യൂണിയൻ സെയിം ആവുന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ലവേക് മെഷർ പ്രകാരം ഡിസ്ജോയിൻ്റ് കളക്ഷൻ ആയതുകൊണ്ട് മെഷർ ഓഫ് യൂണിയൻ AK ഈക്വൽ മെഷർ ഓഫ് യൂണിയൻ CK എന്നറിയാം. പക്ഷേ CKs ആർ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് കൗണ്ടബിൾ അഡിറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ സം ഓഫ് ദി മെഷർ ഓഫ് CK എന്ന് കിട്ടും. പക്ഷേ CKയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മെഷർ ഓഫ് AK മൈനസ് AK മൈനസ് 1 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ AK മൈനസ് 1ൻ്റെ ഒക്കെ മെഷർ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സെഷൻ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെഷർ ഓഫ് AK മൈനസ് AK മൈനസ് 1 ഈക്വൽ ടു മെഷർ ഓഫ് AK മൈനസ് 1 എഴുതാം. കാരണം എക്സെഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ മെഷർ ഓഫ് AK മൈനസ് 1ൻ്റെ വാല്യൂ എല്ലാവരുടെയും ഫൈനൈറ്റ് ആണ്. അപ്പോൾ AK മൈനസ് 1ൻ്റെയും ഫൈനൈറ്റ് ആണ്, മെഷറബിളുമാണ്. ഈ രണ്ട് കാര്യം ഉള്ളത് കൊണ്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് AK മൈനസ് 1 ക്യാൻ ബി റിട്ടൺ ആസ് സമേഷൻ K ഈക്വൽ ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് AK മൈനസ് 1. ഇനി സമേഷൻ ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് മാറ്റാം, ചേഞ്ച് ചെയ്തു. ലിമിറ്റ് ടെൻഷൻ ഇൻഫിനിറ്റി സമേഷൻ K ഈക്വൽ ടു 1 to n മെഷർ ഓഫ് AK മൈനസ് 1. ഇനി അതിനകത്ത് n വരെയുള്ള കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം ഒഴികെ ബാക്കിയെല്ലാം കട്ടായി പോകും. അപ്പോൾ ലിമിറ്റ് ടെൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് AN മൈനസ് മെഷർ ഓഫ് A0. മെഷർ ഓഫ് A0 എന്തായിരിക്കും, 0 ആയിരിക്കും, ബിക്കോസ് A0 ഈസ് empty. Therefore ലിമിറ്റ് ടെൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് AN. ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്, മെഷർ ഓഫ് യൂണിയൻ AK ഈക്വൽ ടു ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് AN എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് അസെൻഡിങ് കണ്ടീഷൻ വെച്ച് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, കണ്ടിന്യൂറ്റി ഓഫ് മെഷർ രണ്ടാമത്തെ കണ്ടീഷൻ ഡിസെൻഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ BKs എന്ന് പറയുന്നത് ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. അത് B1 കണ്ടെയ്ൻസ് B2 കണ്ടെയ്ൻസ് എക്സെട്ര. B1 ആണ് ഏറ്റവും വലുത്. ഇനി B1ൻ്റെ മെഷർ ഫൈനൈറ്റുമാണ്. ഇനി ഞാൻ പുതിയൊരു സെറ്റ് എടുക്കുന്ന DK ഈക്വൽ ടു B1 മൈനസ് BK. അപ്പോൾ D1 എന്തായിരിക്കും, B1 മൈനസ് B1 ഈസ് empty. D2 ഈക്വൽ ടു B1 മൈനസ് B2. B1 ആണ് വലുത്. ഓക്കെ, അപ്പോൾ അത് empty സെറ്റിനെ ഓൾറെഡി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ D2 കണ്ടെയ്ൻസ് D1. D3 ഈക്വൽ ടു B1 മൈനസ് B3. B1 മൈനസ് B3 പറഞ്ഞ അർത്ഥം എന്താണ്, B1 ഇൻ്റർസെക്ഷൻ B3 കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇനി B2 കണ്ടെയ്ൻ B3 ആണ്, കോംപ്ലിമെൻ്റ് ആകുമ്പോൾ റിവേഴ്സ് ആകും. B2 കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് B3 കോംപ്ലിമെൻ്റ് ആണ്. B3 കോംപ്ലിമെൻ്റ് എന്ന് അവിടെ എഴുതുന്നുണ്ട്, BC3 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. B2 കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് B3 കോംപ്ലിമെൻറ്റ്. അപ്പോൾ B1 ഇൻ്റർസെക്ഷൻ B3 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് B1 ഇൻ്റർസെക്ഷൻ B2 കോംപ്ലിമെൻ്റ് ആയിരിക്കും. B1 ഇൻ്റർസെക്ഷൻ B2 കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ B1 മൈനസ് B2 ആണ്. ദാറ്റ് മീൻസ് D2 ആണ്. ദാറ്റ് മീൻസ് D3 കണ്ടെയ്ൻസ് D2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്, കണ്ടിന്യൂ ദിസ് പ്രോസസ്. ഏറ്റവും ചെറുത് D1 സബ്സെറ്റ് ഓഫ് D2 സബ്സെറ്റ് ഓഫ് D3 സബ്സെറ്റ് ഓഫ് എക്സെട്ര. അത് DIK അല്ലെങ്കിൽ DKs എന്ന് പറയുന്നത് അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്താ, മെഷർ ഓഫ് യൂണിയനും ലിമിറ്റ് ഓഫ് ദി മെഷറും സെയിം ആയിരിക്കും. ഇനി യൂണിയൻ DK ഈക്വൽ ടു വാട്ട്, യൂണിയൻ K ഈക്വൽ ടു 1 to infinity B1 മൈനസ് BK. ദാറ്റ് ഈസ് യൂണിയൻ K ഈക്വൽ ടു 1 to infinity B1 ഇൻ്റർസെക്ഷൻ BK കോംപ്ലിമെൻറ്റ്.
ഓക്കെ, ഇനി B1 കോമൺ ആണ് പുറത്തെടുക്കുക. അപ്പോൾ B1 ഇൻ്റർസെക്ഷൻ യൂണിയൻ K = 1 BK കോംപ്ലിമെൻറ്റ്. പക്ഷേ നമുക്ക് യൂണിയൻ ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? B1 ഇൻ്റർസെക്ഷൻ K = 1 BK ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടുന്നു. ഓക്കെ, അതിനർത്ഥം B1 മൈനസ് ഇൻ്റർസെക്ഷൻ BK എന്നർത്ഥം. B1 മൈനസ് ഇൻ്റർസെക്ഷൻ BK. ദോ മെഷർ ഓഫ് B1 ഫൈനൈറ്റ് ആയതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. B1 ആണ് ഏറ്റവും വലുത്. അപ്പോൾ എല്ലാ BKസിൻ്റെയും മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ B1 കണ്ടെയ്ൻസ് BK ആണ്. അങ്ങനെയാണെങ്കിൽ എക്സെഷൻ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. മെഷർ ഓഫ് B1 മൈനസ് BK എന്ന് പറയുന്നത് മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK ആയിരിക്കും. അപ്പോൾ മെഷർ ഓഫ് DK എന്തായിരിക്കും? മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK. ദോ മെഷർ ഓഫ് B1 മൈനസ് ഇൻ്റർസെക്ഷൻ BK എന്നുള്ളതിനെ എങ്ങനെയായിരിക്കും മാറ്റാം? മെഷർ ഓഫ് യൂണിയൻ DK. നമുക്ക് ഓൾറെഡി മുകളിലുള്ള ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു അവിടെ കിട്ടിയിട്ടുള്ള കാര്യം എന്താണ്? ഇക്വേഷൻ 3 പ്രകാരം ലിമിറ്റ് മെഷർ ഓഫ് DK. മെഷർ ഓഫ് DKയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലിമിറ്റ് K → ഇൻഫിനിറ്റി മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK. Therefore we get measure of B1 minus intersection BK equal to limit K → infinity measure of B1 minus measure of BK. അതിൽ B1ൽ K ഇല്ല, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ അതിനെങ്ങനെ എഴുതാം? മെഷർ ഓഫ് B1 മൈനസ്, ഇനി എക്സെഷൻ പ്രോപ്പർട്ടി ലെഫ്റ്റിൽ അപ്ലൈ ചെയ്തു LHSൽ. ഓക്കെ, LHSൽ അപ്ലൈ ചെയ്തു. അപ്പോൾ മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു മെഷർ ഓഫ് B1 മൈനസ് ലിമിറ്റ് മെഷർ ഓഫ് BK. ഇനി മെഷർ ഓഫ് B1 ഫൈനൈറ്റ് ആണ്, അപ്പോൾ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. ഇൻഫിനിറ്റി ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. മെഷർ ഓഫ് B1 കട്ട് ചെയ്തു, മൈനസും കട്ട് ചെയ്തു. ദെർഫോർ മെഷർ ഓഫ് ദി ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി മെഷർ എന്ന് പറയുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന് പറയുന്നതിൽ. അസെൻഡിങ് കണ്ടീഷനും ഡിസെൻഡിങ് കണ്ടീഷനുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പഠിക്കുകയാണ്. എന്താണ് ആൾമോസ്റ്റ് എവരിവെയർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് നോക്കാം. അതായത് ഒരു സെറ്റ് മെഷറബിൾ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ്. ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യണം ഒരു പ്രോപ്പർട്ടി പറയുകയാണ്, P of X is a property. X എന്ന പോയിൻറ്റ്സിൽ P of X സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഈയിലൊരു പോയിൻ്റാണ് X, ആ പോയിൻറ്റിൽ P of X ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ വേണമെങ്കിൽ ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ആ പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുക, അല്ലെങ്കിൽ ഇൻറ്റഗ്രബിലിറ്റി പറയുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പറയാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ബി എ മെഷറബിൾ സെറ്റ് ആൻഡ് ലെറ്റ് P of X be a property ഡിഫൈൻഡ് ഓൺ E എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാ പോയിൻറ്റിനും ആൾമോസ്റ്റ് ആൾ പോയിൻറ്റ്സിന് ഈലുണ്ട് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇതില്ലാത്തവരുടെ മെഷർ 0 ആണ്. അതായത് ഈ പ്രോപ്പർട്ടി വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ മെഷർ 0 ആണ്. അതായത് ഒരു ഡോമിനൻസിയാണ് പറയുന്നത്. അതായത് ആ പ്രോപ്പർട്ടി ഉള്ളവരാണ് കൂടുതൽ, അല്ലാത്തവരുടെ വാല്യൂ നെഗ്ലിഗിബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഇപ്പോൾ നമ്മളുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് അല്ലാത്തത് ഇൻറ്റിജേഴ്സിൽ മാത്രമാണ്. കാരണം ഇൻറ്റിജേഴ്സിൽ ലെഫ്റ്റ് ലിമിറ്റ് ഇപ്പോൾ 1ലാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് ലിമിറ്റ് 2 ആണ്. അല്ല സോറി, 1ലാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് 0യും റൈറ്റ് ലിമിറ്റ് 1ഉം ആണ്. 2ലാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് ലിമിറ്റ് 2 ആണ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റ് ലിമിറ്റ് സെയിം അല്ലാത്തത് കൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഒരു ഇൻറ്റീജറിൽ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. പക്ഷേ ഇൻറ്റീജേഴ്സിലാണ് കണ്ടിന്യൂസ് ആവാത്തത്. അപ്പോൾ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ Z ആണ്. അപ്പോൾ മെഷർ ഓഫ് സെറ്റ് ഓൾറെഡി എന്താണെന്നറിയാം? 0 ആണ്. കാരണം കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആയതുകൊണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത സെറ്റിൻ്റെ മെഷർ 0 ആയതുകൊണ്ട് ഈ F of X is equal to ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവരിവെയർ എന്ന വാക്കാണ് ഉപയോഗിക്കുക. A.E എന്നാണ് പറയുക. A.E on E എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണിത്.